എല്ലാവർക്കും മല്ലൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാന്ദ്ര, ദാവീദ്, ഹണ്ട്, ബസൂക്ക തുടങ്ങി ഒരുപാട് സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTT വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ബസൂക്ക. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. മമ്മൂട്ടി, ഗൗതം വാസുദേവ്, ഷൈൻ ടോം ചാക്കോ തുടങ്ങി ഒരുപാട് പേര് ബസൂക്കയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈമാണ് ബസൂക്ക സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ബസൂക്ക റിലീസായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് OTT റിലീസ്. അതായത് മെയ് മാസത്തിലായിരിക്കും ബസൂക്കയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ജെന്റിൽ വുമൺ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ലിജമോളാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ടെന്റുകോട്ടയിലാണ് തമിഴ് വെർഷൻ വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കള്ളം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. കള്ളം സിനിമയുടെ കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഈ ആഴ്ചയായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കട്ടീസ് ഗ്യാങ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതും ഒരു മലയാള സിനിമയാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് കട്ടീസ് ഗ്യാങ്. ഈ സിനിമയുടെ OTT മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം 18-നാണ് കട്ടീസ് ഗ്യാങ്ങിന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വിരുന്ന് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. അർജുനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ആഴ്ചയായിരിക്കും വിരുന്ന് എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് യമകാതങ്കി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഈ സിനിമ ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. തമിഴ് വെർഷനാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് അച്യുതന്റെ അവസാന ശ്വാസം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു പരാജയപ്പെട്ട സിനിമയാണ്. 2023-ലാണ് സിനിമ റിലീസായത്. ഈ സിനിമ ഇന്ന് ആമസോൺ പ്രൈമിൽ റിലീസായിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ദാസേട്ടന്റെ സൈക്കിൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ദാസേട്ടന്റെ സൈക്കിൾ. ഇതൊരു കോമഡി മൂവിയായിരുന്നു. ഈ സിനിമ ഇന്ന് മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഫൂട്ടേജ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. മഞ്ജു വാര്യരാണ് ഫൂട്ടേജ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈം സ്വന്തമാക്കിയിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് കുറെ കാലമായി. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഏപ്രിൽ മാസം ലാസ്റ്റ് വീക്കിലാണ് ഫൂട്ടേജ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗുഡ് ബാഡ് അങ്കിളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അജിത്തിന്റെ ഏറ്റവും പുതിയ സിനിമയാണിത്. റെക്കോർഡ് കളക്ഷനാണ് ഗുഡ് ബാഡ് അങ്കിളി സ്വന്തമാക്കിയത്. ഇതൊരു ആക്ഷൻ മൂവിയാണ്. സിനിമയുടെ HD പ്രിന്റ് ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ സിനിമയുടെ OTT ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. മലയാള നടി പ്രിയ വാര്യർ സിനിമയിലുണ്ട്. നിലവിൽ സിനിമ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം നെറ്റ്ഫ്ലിക്സിലാണ് ഗുഡ് ബാഡ് അങ്കിളിയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ എമ്പുരാൻ എല്ലാ തിയേറ്ററിൽ നിന്നും പോയിരിക്കുകയാണ്. പക്ഷേ സിനിമയ്ക്ക് റെക്കോർഡ് കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ 250 കോടി രൂപ എമ്പുരാൻ കളക്ഷൻ നേടിയിട്ടുണ്ട്. 300 കോടിയിലേക്കാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ എമ്പുരാൻ സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിരിക്കുകയാണ്. മെയ് മാസത്തിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ എമ്പുരാൻ സിനിമയുടെ OTT വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ലൂസിഫർ സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആമസോൺ പ്രൈം ആയിരുന്നു. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബാന്ദ്ര സിനിമ കാത്തിരുന്ന് ആരാധകർക്ക് മടുത്തു. കാരണം സിനിമയുടെ OTT വരുന്നില്ല. ഡിസംബർ മാസത്തിൽ ആമസോൺ പ്രൈം ആയിരുന്നു ബാന്ദ്ര സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം യാതൊരു അപ്ഡേറ്റും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. ദിലീപും തമനയുമാണ് ബാന്ദ്രയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഗാങ്സ്റ്റർ മൂവിയായിരുന്നു. പക്ഷേ ബാന്ദ്ര സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴത്തെ വീണ്ടും ബാന്ദ്ര സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഏപ്രിൽ മാസം ലാസ്റ്റ് വീക്കിൽ ബാന്ദ്ര സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ദാവീദ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ആക്ഷൻ മൂവിയാണ്. ആന്റണി വർഗീസാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് ദാവീദിന് ലഭിച്ചത്. ജഗദീഷ് അടക്കം ഒരുപാട് പേര് ദാവീദിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒടുവിൽ സണ്ണസ്റ്റാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം 18-നാണ് ദാവീദ് സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അവസാനത്തെ അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയായിരുന്നു ഹണ്ട്. പക്ഷേ ഹണ്ട് സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഇതൊരു മിസ്റ്ററി ത്രില്ലർ സിനിമയായിരുന്നു. അത്യാവശ്യം നല്ല റെസ്പോൺസ് സിനിമയ്ക്ക് ലഭിച്ചു. അതുകൊണ്ടാണ് സിനിമയുടെ OTT വിറ്റുപോയത്. മനോരമ മാക്സ് ആണ് ഹണ്ട് സിനിമയുടെ OTT
വാങ്ങിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 വീക്ക് മുന്നേ കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ഹണ്ട് സിനിമ OTT റിലീസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇത് അവസാനം ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഏപ്രിൽ മാസം 18-ന് ഹണ്ട് സിനിമ മനോരമ മാക്സിൽ റിലീസാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഭാവനയാണ് ഹണ്ട് സിനിമയിലെ നായിക. ഇനിയും ഒരുപാട് സിനിമകൾ ഈ മാസം റിലീസിനെത്താനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.